എറണാകുളത്ത് ട്രെയിനിൽ വെച്ച് ഭീഷണിപ്പെടുത്തി ഫോൺ കവർച്ച ചെയ്ത സംഭവത്തിൽ ഒളിവിലായിരുന്ന ഒരു പ്രതി കൂടി പിടിയിലായിട്ടുണ്ട്. ബംഗാൾ സ്വദേശി അലി മുഹമ്മദാണ് RPFന്റെ പിടിയിലായത്. മോഷണശേഷം ബംഗാളിലേക്ക് പോയ പ്രതി തിരിച്ച് കേരളത്തിലെത്തിയപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി കൊച്ചിയിൽ ചെയ്യുന്നു. വിപിൻ, എപ്പോഴായിരുന്നു ഈ മോഷണം? എന്താണ് പശ്ചാത്തലം? സുഹൈൽ, ഇത് ഓഗസ്റ്റ് 16-ാം തീയതിയാണ് ഈ മോഷണം നടക്കുന്നത്. അത് ശബരി എക്സ്പ്രസിലായിരുന്നു. അതായത് എറണാകുളത്ത് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഈ ട്രെയിൻ ഒന്ന് സ്ലോ ആയിട്ട് പോകുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ എറണാകുളത്തെ സൗത്ത്, നോർത്ത്, ഇതിന്റെ ഇടയിലൊക്കെ വളരെ ഒരു വേഗത കുറഞ്ഞാണ് ട്രെയിൻ പോവുക. ഈ സമയത്ത് പാളത്തിനോട് ചേർന്ന് ഒരു സംഘം നിൽക്കും. അവിടെ നിന്ന് വടി ഉപയോഗിച്ച് ഈ ട്രെയിനിന്റെ വാതിലിൽ നിന്ന് ഫോണിലൊക്കെ സംസാരിക്കുന്ന ആളുകളെ അതിശക്തമായി അടിക്കുകയും അങ്ങനെ ഫോൺ കവർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു ഉത്തരേന്ത്യൻ രീതിയാണ് ഇവർ ഈ കവർച്ചയ്ക്ക് ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനെയാണ് ഫോൺ ഇവർ കവർച്ച ചെയ്യുന്നത്. അതിനുശേഷം 3 പേർ RPFന്റെ പിടിയിലായി. പക്ഷേ ഒരാൾ രക്ഷപ്പെട്ടു. അയാൾ ബംഗാളിലേക്കാണ് പോയത്. ബംഗാളിൽ നിന്ന് പോലീസ് പക്ഷേ അതിന്റെ ഒരു നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചേർത്തലയിലേക്ക് വീണ്ടും എത്തി അവിടെ ഒരു ഹോട്ടലിൽ ജോലിക്ക് ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ ഒരു ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് സാഹസികമായി RPFന്റെ പിടിയിൽ ഈ 4-മനും കസ്റ്റഡിയിലായിരിക്കുന്നത്. അയാളുടെ പേര് അലി മുഹമ്മദ് എന്നാണ്. ബംഗാൾ സ്വദേശിയാണ്. ഇവർ 4 പേരും ബംഗാൾ സ്വദേശികൾ തന്നെയാണ്. കേരളത്തിലെത്തി കവർച്ച നടത്തി തിരികെ നാട്ടിൽ ഒളിവിൽ പോയി, അതായത് ബംഗാളിലേക്ക്. തിരിച്ച് ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് വീണ്ടും എത്തി. എന്തിനെത്തിയെന്ന കടക്കം അന്വേഷിക്കേണ്ടതുണ്ട്. കേരളത്തിലെത്തിയപ്പോൾ പിടിയിലായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.